പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീട്ടിൽ ഒരേ സമയം ഇ ഡി റെയ്ഡ് നടക്കുകയാണ്. രണ്ടുപേരും മന്ത്രിയായിരുന്നു. ഒരാൾ മുഖ്യമന്ത്രിയും മറ്റൊരാൾ മന്ത്രിയുമായിരുന്നു, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്നു. അവർ റിലേറ്റീവാണ്, മരുമകനുമാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ മരുമകനായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അപ്പോൾ രണ്ടുപേരുടെ വീട്ടിൽ ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് നടക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെടുത്തി CMRലുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിലാണ് റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. ആ റെയ്ഡുകളിൽ ശശികരൻ കർത്തയുടെ വീട്ടിലടക്കം ഇ ഡി സംഘം റെയ്ഡ് നടത്തുകയാണ്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എക്സാലോജിക് സെന്ററിന്റെ ഒരു പ്രശ്നം മാത്യു കുഴൽനാടൻ MLA ഉയർത്തിക്കൊണ്ടുവന്നു. കേരളത്തിൽ അത് വലിയ വിവാദമായതാണ്, വലിയ തർക്കം നടന്നതാണ്. മാത്യു കുഴൽനാടന്റെ ജീവന് പോലും ഭീഷണി വന്നിട്ടുള്ള വലിയൊരു വിവാദമുണ്ടായി. അത് പിണറായിയുടെ തിരുവനന്തപുരത്തുള്ള വാടക വീട്ടിലാണ് ഇ ഡി പരിശോധന നടത്തുന്നത്. പിണറായി വിജയൻ മകൾ വീണ വിജയൻ ഉൾപ്പെടെ ഉള്ളവരും അവിടെയുണ്ട്. പിണറായിയുടെ കണ്ണൂരിലെ വീട്ടിലും ഇ ഡി സംഘം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇ ഡി സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ എക്സാലോജിക്കിന്റെ ഇ ഡിയുടെ ഇടപെടൽ ഒഴിവാക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഹർജി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും ഈ കർത്തയുടെ ഭാഗത്തു നിന്നുമൊക്കെ കോടതിയിൽ പോയിരുന്നു. പക്ഷെ കോടതി പറഞ്ഞു അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, ഇ ഡി പരിശോധിക്കട്ടെ, ഇ ഡിയുടെ പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന തടസ്സപ്പെടുത്തരുത് എന്ന് കോടതി പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇ ഡിയുടെ പരിശോധനമുണ്ട്. എക്സാലോജിക് CMRL ഇടപെടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന ആക്ട് PMLA കേസിൽ ഇ ഡിയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റെയ്ഡ്. ബാംഗ്ലൂരിലെ എക്സാലോജിക് ഓഫീസ് എന്ന് പറയുന്നത് വീണ വിജയനുമായി, പിണറായിയുടെ മകനുമായി, അതായത് മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായി, മകളുമായി, ഭാര്യയായ വീണ വിജയൻ, അത് പിണറായി വിജയന്റെ മകളാണ്. അവരുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ആലുവയിലെ CMRL ഓഫീസ്, കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ചും ഒരേ സമയം 13 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച CMRLനെതിരായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് CMRL വൻതുക നിയമവിരുദ്ധമായി നൽകി എന്നതാണ് പ്രധാന ആരോപണം. അപ്പൊ ഇതിൽ വളരെ വിശദമായ ഒരു രസകരമായ ഒരു കാര്യം നടക്കുന്നത്, പിണറായി വിജയന്റെ വീട്ടിൽ ഈ റെയ്ഡ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മാത്യു കുഴൽനാടൻ ഇതിനകത്ത് വലിയ പങ്കുണ്ട്. ഈ വിഷയത്തെ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ മാത്യു കുഴൽനാടൻ MLA, മൂവാറ്റുപുഴ MLA, കോൺഗ്രസിന്റെ MLA, ഇപ്പോൾ മന്ത്രിയോ സ്പീക്കറോ ഒക്കെ ആകുമെന്ന് പറഞ്ഞിരുന്ന MLA ആണ്. അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ എക്സാലോജിക് കമ്പനിക്ക് എല്ലാ മാസവും മാസപ്പടി ഇനത്തിൽ പൈസ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രശ്നം. എന്തിനാണ് ഈ കർത്തയുടെ നേതൃത്വത്തിലുള്ള കരിമണൽ കമ്പനി ഈ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന ഒരു IT കമ്പനിക്ക് പണം കൊടുക്കുന്നു? അപ്പോൾ അതിന് CPM-ഉം പിണറായി വിജയനും ഒക്കെ അന്ന് പറഞ്ഞ ന്യായം, അത് ആ എക്സാലോജിക് കമ്പനി എന്തെങ്കിലും സർവീസ് കൊടുക്കുന്നുണ്ടാവും, അപ്പൊ സർവീസ് കൊടുക്കുന്നതിനാണ് ഇത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് സർവീസാണ് കൊടുക്കുന്നത്? അതൊരു IT കമ്പനിക്ക് എന്ത് സർവീസാണ് ചെയ്തു കൊടുക്കാനുള്ളത്? അത് ഓൺ ടൈമാണ് ചെയ്തു കൊടുത്തതെങ്കിൽ വല്ല സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റോ അങ്ങനെ ഓൺ ടൈം ചെയ്തു കൊടുത്തതാണെങ്കിൽ പ്രശ്നമില്ല. തുടർച്ചയായി എങ്ങനെയാണ് ഒരു കരിമണൽ ഖനനം നടത്തുന്ന കമ്പനി, അതും പലപ്പോഴും അവർ നിയമപരമായി നടത്തുന്നുണ്ട്, നിയമവിരുദ്ധമായി നടത്തുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അങ്ങനെയുള്ളൊരു കമ്പനിക്ക് നിയമവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചെയ്യും. അങ്ങനെ ഉണ്ടല്ലോ. കാരണം ഇത് കുറച്ച് ഇപ്പൊ ക്വാറി നടത്തുന്ന ആളായാലും ഇതുപോലത്തെ ആളുകൾ ചെറിയ ലൈസൻസ് എടുക്കുക, മറ്റ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അഴിമതിക്കും അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു തുകയായി, ഒരു ടോക്കൺ മണിയായി, ഗിഫ്റ്റ് മണിയായിട്ടാണോ ഈ തുക കൊടുത്തിരുന്നത് എന്നുള്ളതാണ് വളരെ ഗൗരവപരമായ ചോദ്യം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിനു കൊടുക്കുന്നു? അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയെയും മകളുടെ ഭർത്താവായിട്ടുള്ള മന്ത്രിയെയും മൊത്തത്തിൽ മന്ത്രിസഭയെയും സ്വാധീനിക്കാനല്ലേ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ എന്തായാലും എക്സാലോജിക്കിന്റെ തിരുവനന്തപുരത്തെയും ആലുവയിലെ ഓഫീസും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ ഓഫീസും പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളും മുഹമ്മദ് റിയാസിന്റെ വീടുമൊക്കെ ശക്തമായി ഇ ഡി നിരീക്ഷണത്തിലാണെന്ന് മാത്രമല്ല ഇ ഡി റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കിട്ടിയ ഇപ്പോൾ കിട്ടിയിട്ടുള്ള രാവിലെ 8:30 മണിക്ക് കിട്ടിയ വിവരമാണ്. അങ്ങനെ എക്സാലോജിക്കിന്റെ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി ആ കേസ് മറ്റൊരു വഴിക്ക് നീങ്ങുകയാണ്. ഇനി സ്വപ്ന സുരേഷുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പല കേസുകളുമുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ
അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിനും അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിനും ഒക്കെ കുറെ പരിമിതികളുണ്ട്. പക്ഷേ ഇപ്പോൾ ആ പരിമിതികൾ മുറിച്ചു കടന്നിരിക്കുകയാണ്. അദ്ദേഹം വെറും MLA മാത്രമാണ്, പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. മുഹമ്മദ് റിയാസും MLA മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് നടക്കാൻ സാധ്യതയുണ്ട്. ഇനി വരും ദിവസങ്ങൾ രാഷ്ട്രീയമായി പിണറായി വിജയൻ പരാജയപ്പെട്ടു, ഇനി വ്യക്തിപരമായി കൂടി മാനസിക സംഘർഷത്തിലേക്ക് പോകുമോ? ഈ കേസുകളൊക്കെ എങ്ങനെയാണ് അദ്ദേഹം നേരിടുന്നത്, അദ്ദേഹവും കുടുംബവും നേരിടുന്നത് എന്നുള്ളത് വളരെ വലിയൊരു രാഷ്ട്രീയ ചോദ്യമാണ് കേരളത്തിൽ. ഇനി വരുന്ന ദിവസങ്ങളിൽ അസംബ്ലിയിൽ അടക്കം പ്രതിപക്ഷ നേതാവ് സ്ഥാനവും ഒഴിയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ ആവശ്യങ്ങളും കേരളത്തിൽ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അന്തിച്ചർച്ചകളും ഒക്കെ നടക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കരിമണൽ വിവാദത്തിൽ ED റെയ്ഡ് കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അവർ 13 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തുന്നത്. ഈ റെയ്ഡ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ പിണറായിയുടെ വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ റെയ്ഡ് നടക്കുന്നു. ഇതിനിടയിൽ ഒരുപാട് ആളുകളുടെ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഷോൺ ജോർജ് ഇതിനകത്ത് വലിയൊരു PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് കേസുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അങ്ങനെ ഷോൺ ജോർജ് പറയുന്നു പിണറായി മകളും ജയിലിൽ പോകും എന്ന്. ഒരു സംശയമില്ല എന്ന് ഷോൺ ജോർജിന്റെ പ്രസ്താവന വരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെ പിണറായിയുടെ വീട്ടിൽ ED എത്തി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി എന്നുള്ളതാണ് വാർത്ത. അതും ശുഭകരമല്ല. ഒരു വശത്ത് കൂനിന്മേൽ കുരുവെന്ന് പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ, ഗർഭിണിക്ക് വീണ്ടും അസുഖം വന്നു, പിന്നെ മാരകമായ അസുഖം വന്നു എന്ന് പറയുന്നത് പോലെ, പണ്ടേ ദുർബലൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ തോറ്റ് പൊളിറ്റിക്സിൽ നിന്ന് തന്നെ ദുർബലനായി നിൽക്കുന്ന സകല ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും എല്ലാം പിണറായി വിജയനും ഗോവിന്ദൻ മാഷും മാറണം എന്ന് പറഞ്ഞുകൊണ്ട് സകല വിരലുകളും പിണറായി വിജയന്റെ തോൽവിയിലേക്ക്, ഈ ഗവൺമെന്റിന്റെ തോൽവിയിലേക്ക് മൂന്നാമത്തെ പ്രാവശ്യം പിണറായി വിജയൻ വരാത്തത് പിണറായി വിജയന്റെ കുഴപ്പം കൊണ്ടാണെന്ന് പാർട്ടി സഖാക്കൾ വിരൽ ചൂണ്ടുന്ന വേളയിലാണ് G സുധാകരനെ പോലെയുള്ള, V കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള, TK ഗോവിന്ദനെ പോലെയുള്ളവർ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി കലാപം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യത്തിലാണ് 102 പേർ അധികാരത്തിൽ വന്നിട്ടുള്ള, 102 പേരുടെ സഹായത്തോടെ അധികാരത്തിൽ വന്നിട്ടുള്ള ഐക്യമുന്നണിയും ഇവിടെയുള്ളത്. അതുകൊണ്ട് അവർക്കും ശക്തമായ നിലപാടുകൾ എടുക്കാൻ പറ്റും. അവർക്കും സമ്മർദ്ദം കുറച്ചുകൊണ്ട് പോലീസിനെയൊക്കെ വലിയ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഈ കേസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും കാലത്തിന്റെ കാവ്യനീതി തിരിഞ്ഞു കുത്തുകയാണോ? ഉമ്മൻചാണ്ടിക്കെതിരെ ഇല്ലാത്ത കേസുകൾ കൊണ്ടുവന്നുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് വലിയ മാനസിക സംഘർഷത്തിലേക്ക് പോയിട്ടാണ് അദ്ദേഹത്തിന്റെ മരണമൊക്കെ സംഭവിക്കുന്നത്, അസുഖമൊക്കെ വലുതാകുന്നതുമൊക്കെ. അത് വേറൊരു തരത്തിലേക്ക് മാറി. ഇപ്പോഴിതാ പിണറായി വിജയന്റെ വീട്ടിൽ കൃത്യമായി വീടുകളിൽ റെയ്ഡ് നടക്കുന്നു. ആ റെയ്ഡ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു. അങ്ങനെ ED പണി തുടങ്ങി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ED തുടങ്ങിയ പണികളെല്ലാം കുറേ റെയ്ഡ് നടത്തും, അത് കഴിഞ്ഞ് അവിടെ അങ്ങ് നിർത്തും. ഇതിനൊന്നും ഒരു തുടർച്ചയില്ല. പക്ഷെ ഈ കാര്യത്തിലെങ്കിലും തുടർച്ചയുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പിന്നെ മുഹമ്മദ് റിയാസിൻ്റെയും തിരുവനന്തപുരത്തെയും കോഴിക്കോടെയും കണ്ണൂരിലെ വീടുകളിലും കർത്തയുടെ വീടുകളിലും എക്സാലോജിക്കിന്റെ ഓഫീസുകളിലും ഉൾപ്പെടെ 13 ഇടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ കൃത്യമായ EDയുടെ റെയ്ഡ് തുടരുകയാണ്. ഇനി അത് എത്ര സമയം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും പുതിയ വാർത്തകളാണ് വരാനിരിക്കുന്നത്. അത് പിണറായിയെയും CPMനെയും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ശുഭകരമായ വാർത്തകളല്ല. ആദ്യം ഒരു മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം വന്നു. ഇപ്പോഴിതാ പിണറായി വിജയനും മകൾക്കും മരുമകനുമെതിരെയും പുതിയ കേസ് വന്നുകൊണ്ടേ ഇരിക്കുന്നു.